അപ്പൊ ആ കുട്ടിയിലുണ്ടാകുന്ന ഓരോ വ്യത്യാസങ്ങളും മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അവനെ പറഞ്ഞു കൊടുക്കുക. മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? തല്ലുക, വഴക്ക് പറയുക. അതല്ല, അതിനെ പറ്റിയ പഠിച്ച ആൾക്കാരുണ്ട്, അവരെ കാണിക്കുക. ചില കുട്ടികൾ ഓവർ വാശി കാണിക്കും. അപ്പൊ അതൊരു ഏജ് വരെ ഉണ്ടാവും. ചില കുട്ടികൾ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കും, ചിലർ പൊസസീവ് ആവും, മറ്റുള്ളവർ കൊടുക്കില്ല, ചിലരെന്ത് ചെയ്യും? കിട്ടുന്ന മുഴുവൻ കൊടുക്കും. അങ്ങനെ പല രീതിയിൽ വളരും. അപ്പൊ അതിന് നിങ്ങൾക്ക് നമ്മളെ അച്ഛനോ അമ്മയോ ആകാനോ രക്ഷകർത്താവാകാനോ ആരും പ്രത്യേകിച്ച് ക്ലാസ് എടുത്ത് തരുന്നില്ല നമ്മുടെ സമൂഹത്തിൽ. ഒരു പ്രീ മാരേജ് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ക്രിസ്ത്യൻ സഭയിലും മറ്റു ചില സഭകളിലും നടക്കുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. അതിന് കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അവരുടെ സെക്ഷൽ ലൈഫിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് അവർ പഠിപ്പിച്ചുള്ളൂ. പക്ഷെ നല്ലൊരു അച്ഛനോമ ആകാൻ എങ്ങനെയാണെന്ന് ആരും പഠിപ്പിച്ച് പ്രത്യേകം കൊടുക്കുന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷെ അതിനെ പറ്റിയ പുസ്തകങ്ങൾ കിട്ടും, യൂട്യൂബിൽ കിട്ടും. ഒരുപാട് ലേഡീസും ടീച്ചേഴ്സും നമ്മളുടെ നാട്ടുകാരായ ടീച്ചേഴ്സും ഒക്കെ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ് വെക്കുന്നു. അതൊക്കെ നിങ്ങൾ വെറുതെ വെച്ച് കാണുക. നിങ്ങളുടെ സീരിയൽ അതുപോലത്തെ കാര്യങ്ങൾക്ക് കിട്ടുന്ന സമയത്തിന്റെ പകുതി പോലും ചിലവഴിക്കേണ്ട. ഇതുപോലത്തെ യൂട്യൂബൊക്കെ നിങ്ങൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വെറുതെ വെച്ച് ശബ്ദം കേട്ടാൽ മാത്രം മതി, ദൃശ്യം കാണണമെന്നില്ല. അതൊക്കെ കാണണം. കഴിയുമെങ്കിൽ പ്രൊഫസർ ഒരു ഡോക്ടർ എസ് ശിവദാസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പുസ്തകമുണ്ട്, നമ്മുടെ മക്കളെ മിടുമിടുക്കരാക്കാം. അതൊരു കുട്ടികളുടെ സൈക്കോളജിയും നമ്മൾക്കൊരു പേരന്റ് എങ്ങനെ ആയിരിക്കണം എന്നൊരു ടിപ്പിക്കലായിട്ടുള്ള പുസ്തകമായിട്ടാണ് ഞാൻ വായിച്ചതും. ഞാൻ എൻ്റെ ഒരു ടോപ്പിക് എൻ്റെ കൈവശം കരുതുന്നുണ്ട്. കാരണം നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അപ്പൊ ഒരു കുട്ടിയുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകതകളും അവന്റെ വളർച്ചയിൽ വരുന്ന മാറ്റങ്ങളും എല്ലാം ആ പുസ്തകത്തിന്റെ പേര് ഇതാണ്, നമ്മുടെ മക്കളെ മിടുമിടുക്കരാക്കാം. അത് DC ബുക്സിന്റെ കറണ്ട് ബുക്സിന്റെ ഒക്കെ ബാങ്കിൽ കിട്ടും. കഴിയുമെങ്കിൽ അതുകൊണ്ട് സ്വന്തമാക്കുക. അതുപോലത്തെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാനിപ്പോ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടൊരു പുസ്തകം പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഇന്നിവിടെ രക്ഷാകർത്തൃ സംഗമത്തിൽ അല്ലെങ്കിൽ PTA മീറ്റിംഗിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചോടെ എത്തിയ രക്ഷാകർത്താക്കളോട് ഒന്നുകൂടി നന്ദി പറയുന്നു. നിങ്ങൾക്ക് പോലീസിന്റെ എല്ലാ സഹായങ്ങളും ഏത് സമയത്തും കിട്ടും. നിങ്ങൾക്ക് ഒരു സ്ത്രീയോടാണ് സംസാരിക്കേണ്ടത്, അങ്ങനെ ഉള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തരും. നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ ഈ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയും. ആദ്യം നിങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. 112 കേരള പോലീസിന്റെ എമർജൻസി നമ്പർ. നിങ്ങൾ വിദേശത്ത് പോയാലും എമർജൻസി നമ്പർ ഇത് തന്നെയാണ്. ഭൂരിഭാഗം കൺട്രീസിലും 112 തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തന്നാൽ പൊന്നാനി നമുക്ക് നല്ലതാകാം. പിന്നെ കുട്ടികളിപ്പോ മയക്കുമരുന്നിന്റെ അതുപോലത്തെ കാര്യങ്ങളിലേക്കാണ്. ഈ UP സെക്ഷൻ ആയിട്ടില്ല എങ്കിൽ പോലും ഇവിടെ നിന്ന് നമ്മൾ പിടിക്കണം. ഞാൻ സിമ്പിൾ ഉദാഹരണം പറയാം. നിങ്ങൾ ഇതിലെ കുട്ടികളോട് പോകുമ്പോൾ ഒരു ലേസ് പാക്കറ്റ് കണ്ടാൽ ആവശ്യപ്പെടാത്ത കുട്ടികൾ കുറവാണ്. അവരാവശ്യപ്പെടും. അതുപോലെ കുറുക്കുറ, ലേസ്, ഇതൊക്കെ അവർക്ക് അഡിക്റ്റീവ് തോന്നുന്ന സാധനങ്ങളാണ്. അതൊക്കെ അടുത്തയിലേക്ക് പോയാൽ അതിപ്പോഴും നമ്മൾ ഒരു നിശ്ചിത അളവിൽ കൂടുതൽ വാങ്ങിച്ചു കൊടുക്കരുത്. അവർക്കത് ഇഷ്ടമാണെന്ന് വെച്ചാൽ അങ്ങനത്തെ വാങ്ങിച്ചു കൊടുക്കാതെ അവരുടെ ന്യൂട്രിയൻസ്, ശരീരത്തിന് വേണ്ട പോഷകങ്ങളും അതുപോലുള്ള ആഹാരങ്ങളും ആദ്യത്തുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഈ സാധനങ്ങൾ കടയിൽ പോയി വാങ്ങിക്കും. അവൻ കടയിൽ പോയി കൊടുക്കുന്ന മറ്റു പാക്കറ്റ് കാണും. അതെന്താണെന്ന് തോന്നും. അതൊന്ന് രുചിച്ചു നോക്കും. കടക്കാരൻ അവന്റെ മാർക്കറ്റ് കൂട്ടാൻ വേണമെങ്കിൽ നമ്മൾ അറിയാതെ കൊടുക്കും. പണ്ടുള്ള കടക്കാരെ പോലെ അല്ല ഇപ്പ. പണ്ട് നമ്മളൊരു കടയിൽ പോയി ഒരു കുട്ടി സിഗരറ്റ് ചോദിച്ചാൽ ആ സിഗരറ്റ് ആർക്ക് വലിക്കാനുള്ളതാണെന്ന് അവനോട് ചോദിക്കും. അവന്റെ വീട്ടുകാർ വരുമ്പോ പറയും, ഇന്ന് ഇത്ര മണിക്ക് ഇവൻ വന്നൊരു സിഗരറ്റ് വാങ്ങിച്ചു, ശരിയാണോ എന്ന് അവർ ക്ലാരിഫൈ ചെയ്യും. ഇപ്പോൾ അങ്ങനെയാണോ? പാക്കറ്റ് കണക്കിന് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോളുക. മക്കളെ കടയിൽ വിടുമ്പോ കടക്കാരായിട്ടുള്ള ചങ്ങാത്തം നല്ലതാണ്. ചില കടയിലുള്ള ആൾക്കാർ കുട്ടികളെ ദേഹത്ത് സ്പർശിച്ച് കേസ് 1-2 ഇവിടെ ഉണ്ട്. കടയിൽ വിടുമ്പോൾ കടയിൽ നിൽക്കുന്ന ആളുടെ സ്വഭാവം അനുസരിച്ച് കുട്ടികൾക്കൊരു ബോധവൽക്കരണം കൊടുക്കുക. കുട്ടീനെ പറഞ്ഞ് പേടിപ്പിക്കാനല്ല, നിന്റെ ശരീരത്ത് നിന്റെ അനുവാദമില്ലാതെ തൊടുന്നത് എന്താണെന്ന്, സ്നേഹമാണോ അല്ലാതെ തിരിച്ചറിയാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. നിനക്ക് എന്തുണ്ടെങ്കിലും നീ വന്ന് പറയേണ്ട ഇടം ഞങ്ങളോടാണ്. മറിച്ച് ഓട്ടോറിക്ഷക്കാരൻ ചേട്ടനോടല്ല, ബസ്സിലെ കിളിയോടല്ല, കടയിലെ ചേട്ടനോടല്ല, ടീച്ചേഴ്സിനോടും അച്ഛനോടും അമ്മയോടും. കൺകണ്ട ദൈവങ്ങൾ തന്നെയാണ്. അപ്പൊ അത് എന്നോടും അല്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ള സഹോദരങ്ങളോടാണ് നീ പറയേണ്ടത്. മറ്റുള്ളവരോട് പറയരുതും. എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ പരിഹാരം കിട്ടുമെന്നൊരു തോന്നൽ കുട്ടിക്ക് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. മറിച്ച് വന്ന് പറയുമ്പോൾ അവൻ അടി കൊടുത്താലോ, അവൻ പിന്നെ പറയോ? അപ്പൊ അതെന്താണോ പറയണത് അത് നമ്മളതിന്റെ ഗ്രീവ്നെസ് അനുസരിച്ച്, അതിന്റെ ഗൗരവം അനുസരിച്ച് കൈകാര്യം ചെയ്യാൻ നമ്മളും പഠിക്കണം. നമ്മൾക്ക് നല്ല രക്ഷകർത്താക്കളാവാം. അതിലൂടെ നമ്മൾക്ക് നല്ല പൊതുസമൂഹത്തിലേക്ക് നല്ല നമ്മുടെ മക്കളെ സംഭാവന ചെയ്യാൻ കഴിയും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.